കഥയെ ആരംഭിക്കുന്നത് റൂഷോ എന്നു പേരുള്ള ഷിൻസെറ്റ് ഗ്യാങ്ങിന്റെ തലൈവിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ സബോർഡിനേറ്റ് ലിയാങ്ങും മറ്റുള്ളവരും ഒന്നിച്ച് ഹവോട്ടോ ഗ്യാങ്ങിന്റെ ലീഡർ ഷാവോയുമായി അന്നവൾ ഫൈറ്റിലേർപ്പെടുകയായിരുന്നു. ഷാവോയുടെ ഗ്രൂപ്പ് തുടർച്ചയായി നഗരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നിർത്തലാക്കലായിരുന്നു ആ ഫൈറ്റിലൂടെ റൂഷോ ലക്ഷ്യം വെച്ചിരുന്നത്. വൈകാതെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ഒരു സ്ത്രീയായിരുന്നിട്ടുകൂടി മികച്ച ഫൈറ്റിംഗ് സ്കില്ലുകളും മറ്റും റൂഷോക്കുണ്ടായിരുന്നു. എതിരാളികളെ റൂഷോ വളരെ എളുപ്പത്തിൽ അടിച്ചിട്ടുകൊണ്ടിരുന്നു. എന്തിനേറെ പറയുന്നു, എതിരാളിയുടെ ലീഡറായ ഷാവോക്ക് പോലും റൂഷോക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അവളുടെ കാഴ്ച മങ്ങി. തലയ്ക്ക് എന്തോ പോലെ തോന്നി. ആ അവസരം മുതലെടുത്ത് ഷാവോ അവളെ കടന്നാക്രമിച്ചു. ശക്തമായ ചവിട്ടിനാൽ തെറിച്ച് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന പാലത്തിൽ നിന്നും റൂഷോ താഴേക്ക് പതിച്ചു. ലിയാങ് ഓടിയെത്തിയെങ്കിലും റൂഷോയെ പിടികൂടാൻ സാധിച്ചില്ല. അവൾ ജലാശയത്തിലേക്ക് വീണു. ഇതേ സമയം മറ്റൊരിടത്ത് ഡോങ്മ ഫൈറ്റിംഗ് അറീനയിലേക്ക് വാങ് എന്ന പേരുള്ള തന്റെ അസിസ്റ്റന്റിനൊപ്പം ഹാവോ എന്നു പേരുള്ള ഒരു ബിസിനസ്മാൻ എത്തിച്ചേരുകയായിരുന്നു. ഹാവോയുടെ സഹോദരൻ ഷങ് എന്നവിടെ ഏറ്റുമുട്ടുന്നുണ്ട്. അത് കാണാനായിരുന്നു ഹാവോ എത്തിയത്. കാര്യം ഈ ഷാങ്ങിന് വലിയ ഫൈറ്റിംഗ് സ്കില്ലൊന്നുമില്ല. പക്ഷേ ഹാവോയും വോങ്ങും ചേർന്ന് എപ്പോഴും ഷാങ്ങിന്റെ ഫൈറ്റ് ഫിക്സ് ചെയ്യും. തുടർച്ചയായി ജയിക്കുന്നത് കൊണ്ട് താനെന്തോ മികച്ച ഫൈറ്ററാണ് എന്നായിരുന്നു ഷാങ്ങിന്റെ വിചാരം. ഷാങ്ങിനെ സന്തോഷിപ്പിക്കാൻ അസിസ്റ്റന്റ് വോങ് മുഖേന ഹാവോ എപ്പോഴും ഫൈറ്റ് ഫിക്സ് ചെയ്യാറായിരുന്നു പതിവ്. അന്നത്തെ എതിരാളിയോടും ഹാവോ കച്ചവടം പറഞ്ഞുറപ്പിച്ചിരുന്നു. പക്ഷേ ജെനുവിനിറ്റി തോന്നുവാൻ 2-3 പഞ്ചുകളും ചില കാര്യങ്ങളുമൊക്കെ ചെയ്തേക്കൂ എന്ന് വോങ് എതിരാളിയായ ഫൈറ്ററിനോട് പറഞ്ഞിരുന്നു. വൈകാതെ ഫൈറ്റ് ആരംഭിച്ചു. ചാവോ എന്ന പേരുള്ള വ്യക്തിയായിരുന്നു എതിരാളി. വോങ്ങിന്റെ ഒരു സുഹൃത്താണ് അയാൾ. പക്ഷെ ഫൈറ്റ് ആരംഭിച്ചപ്പോ ചാവോ ഷാങ്ങിന് മേൽ ശക്തമായ പ്രഹരങ്ങൾ ഏൽപ്പിച്ചു. ഇത് കണ്ട് ഹാവോ ഞെട്ടുന്നുണ്ട്. തുടർച്ചയായ പ്രഹരങ്ങൾ ഷാവോയെയും ഒന്ന് പിടിച്ചുകുലുക്കിയിരുന്നു. വോങ്ങിന് മേൽ ഹാവോ ദേഷ്യത്തോടെ നോക്കി. ഉടൻ വോങ് അതിലിടപെട്ടു. ചാവോയെ വിളിച്ച്, നിന്നോട് ഇങ്ങനെ ഇടിക്കാനാണോ പറഞ്ഞേ? പതിയെ ഫൈറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? പതിയെ 3 ഇടി കൊടുത്താ പോരായിരുന്നു? അടുത്ത റൗണ്ടില് നീ അവനെ ഇടിച്ചേക്കരുത് എന്ന് വോങ് ചാവോയോട് പറഞ്ഞുറപ്പിച്ചു. അടുത്ത റൗണ്ടായതും ചാവോ തിരികെ അടിച്ചില്ല. ഷാങ്ങാകട്ടെ നേരത്തെ രോഷത്തിൽ കനത്ത രീതിയിൽ ചാവോക്കെതിരെ ഫൈറ്റ് ചെയ്തു. എന്തിനേറെ പറയുന്നു, വിജയിച്ചിട്ട് പോലും ദേഷ്യമടങ്ങാത്ത ഷാങ് ചാവോയുടെ കാല് പിടിച്ചോടിച്ചു. അക്ഷരാർത്ഥത്തിൽ വോങ് അത് കണ്ട് ഞെട്ടിയിരുന്നു. എന്തായാലും അന്ന് ഫൈറ്റ് കഴിഞ്ഞപ്പോ ആദ്യത്തിൽ ചാവോ ഷാങ്ങിനെ ഇടിച്ചതിന്റെ ദേഷ്യം ഹാവോ ഇരുവരോടും തീർത്തു. ആ സമയത്ത് ഹാവോ പറയുന്നുണ്ട്, എനിക്കെല്ലാം എന്റെ സഹോദരൻ ഷാങ് ആണ്. ബോക്സിംഗ് ഇഷ്ടമായ അവനെ ഒരു ചാമ്പ്യനാക്കുവാൻ വേണമെങ്കിൽ ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കും. ഒരിക്കലൊരു ജോത്സ്യൻ 45-ാം വയസ്സിൽ ഷാങ്ങിന് വലിയ ദുരന്തം വരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിനു മുമ്പേ 100 മാച്ചുകളിൽ ഷാങ്ങിനെ തുടർച്ചയായി വിജയിപ്പിച്ച് ഒരു ചാമ്പ്യനാക്കാനാണ് ഹാവോ ശ്രമിക്കുന്നത്. അടുത്തത് അവന്റെ 100ാമത്തെ മാച്ചാണ്. അതിലവൻ വിജയിച്ചാൽ ജോത്സ്യന്റെ പ്രവചനം തെറ്റും എന്നാണ് ഹാവോയുടെ വിശ്വാസം. അതിനായി അടുത്തൊരു ഫൈറ്ററെ കണ്ടെത്താൻ വോങ്ങിന് ഹാവോ നിർദ്ദേശവും കൊടുത്തു. അടുത്ത ഫൈറ്റിലും ഷാങ് വിജയിച്ചേ പറ്റൂ. അവനെങ്ങാം വിജയിച്ചില്ലെങ്കിൽ നിന്നെയും നിന്റെ മിൻഫുവല്ലയിലുള്ള എല്ലാവരെയും താൻ കൊന്നുതള്ളും എന്നും ഹാവോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പാവത്താനായ വോങ്ങാകട്ടെ ആകെ ഭയന്നിരുന്നു. അന്ന് അവിടെ നിന്നും തന്റെ തെരുവായ മിൻഫുവല്ലയിലേക്ക് ബോട്ടിൽ മടങ്ങുമ്പോ വോങ് നിരാശനായി കാണപ്പെട്ടു. അടുത്തയാളെ ഇനി എവിടെ പോയി കണ്ടെത്തും? ചാവോയോട് തന്നെ ഒരിക്കൽ കൂടി നിനക്കവനെതിരെ ഫൈറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോ ചാവോ പിന്മാറി. ആ സമയത്തായിരുന്നു അവരുടെ ബോട്ടിലേക്ക് നദിയിൽ നിന്നും ഒരു കൈവന്ന് പതിച്ചത്. വോങ് ഒന്ന് ഭയന്നു. ബോട്ടിലേക്ക് കയറി വന്നതാകട്ടെ അടിയേറ്റ് വെള്ളത്തിലേക്ക് വീണിരുന്ന റൂഷോ ആയിരുന്നു. റൂഷോയെ അവർ രക്ഷപ്പെടുത്തി വീട്ടിലെത്തിച്ചു. ചാവോയ്ക്ക് അക്യുപങ്ചർ സ്കില്ലുകളുണ്ട്. തന്റെ സ്കില്ലുകൾ ഉപയോഗിച്ച് ബോധം മറിഞ്ഞിരുന്ന അവളെ ഉണർത്തിയെടുക്കുവാൻ വേണ്ടി അവൻ ശ്രമിച്ചു. പക്ഷേ അവസാനത്തെ സൂചി നെറ്റിയിൽ തറയ്ക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് വന്നു. തൊട്ടുപുറകെ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോയി. ആ സമയത്തായിരുന്നു വോങ്ങിന്റെ അച്ഛൻ ചെന്നങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. റൂഷോയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ആ വരവ്. പക്ഷേ വോങ് പറഞ്ഞു, നമുക്കവളെ അറിയില്ല. ഈ തെരുവിൽ താമസിക്കുന്നവരെ പോലെ അവൾ നമ്മുടെ ബന്ധുവുമല്ല. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും ചാവോ വന്നു. റൂഷോയുടെ തലയ്ക്ക് സാരമായ ആഘാതമേറ്റിട്ടുണ്ട് എന്ന കാര്യം അവൻ പറഞ്ഞു. ചെന്നിന്റെ രോഗം പോലെ അല്പം ഭീകരമായ രോഗമായിരിക്കാം ഇത് എന്ന മട്ടിലൊക്കെ ചാവോ വ്യക്തമാക്കുന്നുണ്ട്. ഇതേസമയം മറുവശത്ത് റൂഷോയുടെ ആസ്ഥാനത്ത് ലിയാങ് തന്റെ ആളുകളോട് സംസാരിക്കുകയായിരുന്നു. നദിയിലേക്ക് വീണ റൂഷോയെപ്പറ്റി ഒരു വിവരവുമില്ല. ഒരുപക്ഷെ അവർ ജീവനോടെ ഉണ്ടാകാം. നാടൊട്ടുക്കും റൂഷോയെ തിരയുവാൻ ലിയാങ് ഉത്തരവിട്ടു. കുറച്ചു കഴിഞ്ഞതും ചികിത്സയ്ക്ക് വിധേയായിരുന്ന റൂഷോ കട്ടിലിൽ ഉണർന്നു വന്നു. റൂഷോയ്ക്ക് ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. അവൾക്ക് ആ വീഴ്ചയിൽ തലക്കേറ്റ ആഘാതം കൊണ്ട് ഒരു റെട്രിഗേഡ് അമ്നീഷ്യ ബാധിച്ചിരുന്നു. വൈകാതെ ആ കാര്യം അങ്ങോട്ടേക്ക് കടന്നു വന്ന വോങ് മനസ്സിലാക്കി. അവസരം മുതലെടുക്കാൻ വോങ് തീരുമാനിച്ചു. റൂഷോ കാണാൻ സുന്ദരിയാണല്ലോ. ഒരു കഥ തന്നെ വോങ് അങ്ങ് അടിച്ചിറക്കി. നമ്മൾ കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു. ഒടുവില് പരസ്പരം പ്രണയിച്ചു. വിവാഹ ചടങ്ങുകൾ വരെ തീരുമാനിച്ചു. പക്ഷേ ഷാങ്ങും ആളുകളും
നമ്മളെ അതിന് പോകുന്ന വഴിക്ക് അറ്റാക്ക് ചെയ്തു. വെഡിങ് റിംഗ് വാങ്ങാൻ പോകുമ്പോഴായിരുന്നു അറ്റാക്ക്. തനിക്ക് റൂഷോയെ സഹായിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും ഇങ്ങനെ ഒളിപ്പിക്കുകയല്ലാതെ വഴിയുണ്ടായിരുന്നില്ല. വോങ് അടിച്ചുവിട്ട കഥ കേട്ട് റൂഷോയും അതങ്ങ് വിശ്വസിച്ചു. ദേഷ്യം വന്ന് റൂഷോ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നമ്മൾ ഉപദ്രവിച്ച ഷാങ്ങിനെ ഞാൻ തന്നെ നേരിട്ടെതിരിടും. വോങ്ങിനും വേണ്ടത് അത് തന്നെയായിരുന്നു. ഡോങ്മ ഫൈറ്റിംഗ് അറീനയിലെ അടുത്ത ഫൈറ്റിൽ ഷാങ്ങിന്റെ എതിരാളിയായി വോങ് അങ്ങനെ അവളെ എത്തിക്കുകയാണ്. വോങ് ചിന്തിച്ചത്, ഒരു സാധാരണ പെൺകുട്ടിയല്ലേ, എളുപ്പത്തില് ഷാങ് അവളെ അങ്ങ് പരാജയപ്പെടുത്തും, അതോടെ പ്രശ്നങ്ങൾ തീരുമല്ലോ എന്നായിരുന്നു. പക്ഷേ എല്ലാവരുടെയും തെറ്റിദ്ധാരണകളെ റൂഷോ കാറ്റിൽ പറത്തി. അവർക്കാർക്കും അറിയില്ലല്ലോ അവൾ ഒരു സ്കിൽഡ് ഫൈറ്റർ ആണെന്ന്. ഷാങ് റൂഷോയെ ആക്രമിക്കാൻ എത്തിയതും സെക്കൻഡുകൾക്കുള്ളിൽ തിരികെ ഇടിച്ച് ബോധം കെടുത്തിയ ഷാങ്ങിനെ റൂഷോ താഴെ വീഴ്ത്തി. ഹാവോയ്ക്ക് ദേഷ്യം ഇരച്ചു കയറിയിരുന്നു. വോങ്ങിനെയും റൂഷോയെയും ബന്ദിയാക്കി ഹാവോ തന്റെ ഇടത്തേക്ക് കൊണ്ടുവന്നു. തന്റെ സഹോദരൻ ഷാങ്ങിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇരുവരെയും ഹാവോ ഉപദ്രവിക്കാൻ തുടങ്ങി. റൂഷോയ്ക്ക് ഇത്രയും പവറുണ്ടെന്ന് തനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വോങ് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അതൊന്നും ഹാവോയോ സഹോദരനോ ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. വോങ് തങ്ങളെ ചതിച്ചതാണെന്ന് വിശ്വസിച്ച ഹാവോ കോടാലുകൊണ്ട് വോങ്ങിനെ ഉപദ്രവിക്കാൻ വേണ്ടി അടുത്തു ചെന്നു. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന റൂഷോ ആകട്ടെ ഞൊടിയിടയിൽ ബന്ധനാവസ്ഥയിൽ നിന്നും മോചിതയായി ഹാവോയുടെ കൈ കയറി പിടിച്ചു. ദേഷ്യം വന്ന ഹാവോ 2 കോടാലുകൂടി വലിച്ചെറിഞ്ഞു. പക്ഷെ അതും വിദഗ്ധമായി റൂഷോ കയ്യിലകപ്പെടുത്തി. പിന്നെ അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. പുറത്തേക്ക് കടന്ന വോങ് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. വീട്ടിലേക്കെത്തിയ വോങ് ആകട്ടെ ഇനി അവിടെ നിന്നാൽ പ്രശ്നമാണെന്ന് കരുതി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്ത് അച്ഛനെയും കൂട്ടിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ പുറത്തേക്കെത്തിയതും ഹാവോയുമായി റൂഷോ അതാ അവിടെ വന്ന് നിൽക്കുന്നു. ഹാവോയെയും സംഘത്തെയും റൂഷോ പരാജയപ്പെടുത്തിയിരുന്നു. ഹാവോയെ വോങ്ങിന് മുമ്പിൽ മുട്ടുകുത്തിച്ച് റൂഷോ ക്ഷമാപണം നടത്തിപ്പിച്ചു. പക്ഷെ ഹാവോ വല്ലാതെ ഭയന്നിരിക്കുകയായിരുന്നു. തങ്ങളെയൊന്നും ചെയ്യരുതെന്ന് മുട്ടുകുത്തി ഹാവോയോട് വോങ് അപേക്ഷിക്കാൻ തുടങ്ങി. നടന്നതൊക്കെ മറന്നുകളയാൻ പറഞ്ഞ് ഹാവോയോട് അവൻ അപേക്ഷിച്ചു. തങ്ങളാണ് വിജയിച്ചു നിൽക്കുന്നത് എന്നുപോലും വോങ് ഓർക്കുന്നുണ്ടായിരുന്നില്ല. വോങ്ങിന് വല്ലാതെ ഭയം പിടിപ്പെട്ടിരുന്നു. അന്ന് ഹാവോ അവിടെ നിന്ന് പോകുമ്പോ വോങ്ങിനടുത്ത് പറഞ്ഞു, നടന്ന കാര്യങ്ങൾ പുറത്തൊരു മനുഷ്യനോടും പറഞ്ഞേക്കരുത്. എന്നെ അപമാനിച്ച ആ സ്ത്രീയെ ഞാൻ തന്നെ വകവരുത്തിക്കോളാം. തിരികെ എത്തിയ വോങ്ങിനകത്തെ വല്ലാത്ത ദേഷ്യം വന്നിരുന്നു. അവൻ റൂഷോക്കെതിരെ തട്ടിക്കയറി. റൂഷോ അവളെയും എന്നെയും മാത്രമല്ല ഈ തെരുവിനെ കൂടി അപകടത്തിലാക്കിയത് എന്നൊക്കെ അവൻ ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ തെരുവിലുള്ളവരാകട്ടെ ഹാവോ അങ്ങനെ അപമാനിതനായതും അവിടെ വന്ന കാര്യവും ഒക്കെ കണ്ട് റൂഷോയെ സപ്പോർട്ട് ചെയ്ത് കൈകൊട്ടിച്ചിരിക്കുകയായിരുന്നു. വോങ്ങാകെ പേടിച്ചു വിറച്ച് വല്ലാത്തൊരവസ്ഥയിലായി. അടുത്ത ദിവസം ഹാവോ ഡോങ്മയിലെ പ്രധാനപ്പെട്ട ഗ്യാങ്സ്റ്റർ ലീഡേഴ്സിനെ വിളിച്ചു വരുത്തി. റൂഷോക്കെതിരെ പ്രതികാരം തീർക്കാൻ പറഞ്ഞു. അവരാദ്യം മടിച്ചിരുന്നു. പക്ഷേ വലിയൊരു തുക ഹാവോ ഓഫർ ചെയ്തപ്പോ അവരത് ഏറ്റെടുത്തു. ഇതേസമയം റൂഷോ ആകട്ടെ വോങ്ങിന്റെ ഫേക്ക് കഥ വിശ്വസിച്ച് വോങ്ങുമായി പുറത്ത് വെഡിങ് റിംഗ് വാങ്ങാൻ പോയിരുന്നു. പക്ഷെ വോങ് ആണെങ്കിൽ റൂഷോയുടെ കാര്യത്തിൽ പേടിച്ചിരിക്കുകയാണ്. ഹാവോ എപ്പോൾ എന്തു ചെയ്യുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ വെഡിങ് റിംഗ് ഒന്നും വാങ്ങാൻ നിൽക്കാതെ അവളുടെ കയ്യിൽ പേന കൊണ്ടൊരു വര വരച്ച് ദേഷ്യത്തിൽ വോങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പക്ഷേ പുറത്തേക്കിറങ്ങിയ വോങ്ങിനെ അവിടുത്തെ ഒരു ഗ്യാങ്സ്റ്റർ സംഘത്തിന്റെ ആളുകൾ പിടികൂടി തങ്ങളുടെ ബോസായ ഹോങ്ങിനടുത്തേക്ക് കൊണ്ടുചെന്നു. ഹോങ് റൂഷോ എവിടെയുണ്ടെന്ന് ചോദിച്ചു. ഹാവോക്ക് വേണ്ടി പ്രതികാരം തീർക്കാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷേ വോങ് പറയുന്നതിന് മുമ്പേ അയാളുടെ തന്നെ ആളുകൾ റൂഷോയെ ജ്വല്ലറി സ്റ്റോറിൽ നേരിട്ട് കണ്ടിരുന്നു. ഹോങ് തന്റെ ആളുകളോട് റൂഷോയെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതേസമയം മറ്റൊരു ഗ്യാങ്സ്റ്റർ ഒരു സ്നൈപ്പറുമായി റൂഷോയെ വകവരുത്താനെത്തിയിരുന്നു. ബാവോ എന്നായിരുന്നു ആ ഗ്യാങ്സ്റ്റർ തലവന്റെ പേര്. റൂഷോയുടെ കൂടെ തന്റെ സഹോദരനുണ്ടെന്നും ഇപ്പോൾ വെടിയുതിർത്തങ്ങ് കൊന്നേക്ക് എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ സ്നൈപ്പർ തെറ്റിദ്ധരിച്ചു. ബാവോയുടെ സഹോദരനെയായിരുന്നു സ്നൈപ്പർ വെടിവെച്ചു കൊന്നത്. അതോടെ ദേഷ്യം വന്ന ബാവോ സ്നൈപ്പറെ കൊന്നു തള്ളി. ഇതേസമയം മറ്റൊരു ഗ്യാങ് ലീഡർ ലാവോ റൂഷോയെ എതിരിടാൻ ആളുകളുമായി അങ്ങോട്ടേക്കെത്തി. ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പക്ഷേ ഏറ്റുമുട്ടലിനിടയിൽ ബാവോ തന്റെ ഗ്യാങ്ങുമായി വന്നു. ബാവോ റൂഷോക്കെതിരെ ഫൈറ്റ് ചെയ്യേണ്ടുന്നതിന് പകരം ലോങ് ടൈം എതിരാളികളായ ലാവോക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതോടെ റൂഷോക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല. അവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ റൂഷോ സുരക്ഷിതമായി അവിടെ നിന്ന് പോന്നു. അവൾ അങ്ങനെ പോകുന്ന കണ്ടതും വോങ്ങിനെ പിടികൂടിയിരുന്ന ഗ്യാങ്സ്റ്റർ കാറിൽ അവളെ പിന്തുടർന്നു. പക്ഷേ വഴിയിൽ വെച്ച് വോങ്ങിന്റെ അച്ഛൻ വട്ടം വന്നു. അച്ഛനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാറിന്റെ സ്റ്റിയറിംഗ് വോങ് പിടിച്ചു തിരിച്ചു. കാർ
കാർ അപകടത്തിൽപ്പെട്ടു. പിന്നാലെ ഒരു തരത്തിൽ വോങ് രക്ഷപ്പെട്ട് പുറത്തിറങ്ങി റൂഷോയുടെ അടുത്തെത്തി. പക്ഷെ അപ്പോഴേക്കും ലാവോയും ബാവോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് റൂഷോയെ തിരക്കി അവർ ഒന്നിച്ച് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. റൂഷോ അവിടെ നിന്ന് ഓടിമാറാൻ തുടങ്ങി. വോങ് അവിടെ നിന്ന് നേരെ പോന്നതാകട്ടെ ഹാവോയുടെ ഇടത്തേക്കായിരുന്നു. കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് മാപ്പ് ചോദിച്ച് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുക എന്നതായിരുന്നു വോങ്ങിന്റെ പദ്ധതി. പക്ഷെ അവിടെ ഹാവോ ഉണ്ടായിരുന്നില്ല. ഷാങ് ആകട്ടെ പാട്ടൊക്കെ കേട്ട് റെസ്റ്റ് ചെയ്യുകയാണ്. വോങ് അവിടെ വന്നത് ഷാങ്ങിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവനോട് താഴെ പോയിരിക്കാൻ ഷാങ് ഉത്തരവിട്ടു. പിന്നാലെ ഒരു സിഗരറ്റ് കത്തിക്കാൻ ഷാങ് ശ്രമിച്ചു. പക്ഷെ അബദ്ധത്തിൽ തീ പടർന്ന് ബാൻഡേജിലേക്ക് പിടിച്ചു. ഷാങ്ങിന്റെ തലയിൽ തീ പടരാൻ തുടങ്ങി. ഒച്ച കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ വോങ് അയാളെ സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആകെ നടന്ന ആ പ്രശ്നത്തിനിടയിൽ ഷാങ് സ്റ്റെയർ കേസിൽ നിന്നുരുണ്ട് താഴേക്ക് വീണു. താഴെയെത്തിയ ഹാവോ തലയണ കൊണ്ട് തലക്കടിച്ച് ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും തീ കെടുത്താൻ ശ്രമിച്ചു. ഇത് കണ്ടുകൊണ്ടായിരുന്നു ഹാവോ വന്നത്. വോങ് തന്റെ സഹോദരനെ ഉപദ്രവിക്കുകയാണ് എന്നായിരുന്നു ഹാവോ അത് കണ്ട് തെറ്റിദ്ധരിച്ചതും. ഹാവോ അതോടെ വോങ്ങിനെ കടന്നാക്രമിച്ചു. വോങ്ങിനെ പിടികൂടി ഉയരത്തിൽ നിന്ന് താഴേക്കിടുവാൻ മുകൾ നിലയിലും എത്തി. പക്ഷേ മുകളിലെത്തിയപ്പോ താഴെയതാ റൂഷോ വന്നു നിൽക്കുന്നു. റൂഷോയെ കണ്ടതും ഹാവോ ഭയന്നു. അപ്പോഴേക്കും ഹാവോയുടെ ആളുകളെയൊക്കെ അടിച്ചിട്ട് നിൽക്കുകയായിരുന്നു അവൾ. ഭയന്ന ഹാവോ വോങ്ങിനെ അതോടെ റൂഷോക്കൊപ്പം പറഞ്ഞയച്ചു. അന്ന് രാത്രിയിൽ റൂഷോക്കെതിരെ വീണ്ടും പരാജയപ്പെട്ടതിൽ വല്ലാത്ത അപമാനഭാരത്തോടെ ഹാവോ ഇരുന്നു. അനിയൻ ആ സമയം താൻ അവൾക്കെതിരെ പൊരുതാൻ കരുത്തനായ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷാവോ എന്നായിരുന്നു അയാളുടെ പേര്. ഷാവോ വൈകാതെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കപ്പെട്ടു. ഹാവോയോടും അനിയനോടും താൻ നിങ്ങളുടെ എതിരാളിയുടെ കാര്യം തീർത്തു തരാം എന്ന് വാക്കും പറഞ്ഞു. അടുത്ത ദിവസം വോങ് റൂഷോയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടം വിട്ടുപോവാൻ ഒരു ടിക്കറ്റും എടുത്തു കൊടുത്തു. പിന്നാലെ പറഞ്ഞു, മിൻഫു വല്ലിയിലെ ജീവിതം നീ വരുന്നതിന് മുമ്പ് സ്വസ്ഥമായിരുന്നു. ഇപ്പോ ആകെ പ്രശ്നമായി. എന്റെ അച്ഛൻ നിന്നെ മോളെ എന്ന് വിളിക്കുന്നതൊന്നും നീ നോക്കണ്ട. അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. എന്റെ സഹോദരി മുംബൈ ഗുണ്ടകളാൽ കൊല്ലപ്പെട്ടതാ. പിന്നാലെ അവളോട് തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും വിവാഹത്തെ പറ്റിയുമൊക്കെ കള്ളം പറഞ്ഞതാണെന്നും അത് തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു എന്നുമുള്ള കാര്യങ്ങളൊക്കെ വോങ് വിശദീകരിച്ചു. റൂഷോ അത് കേട്ട് ഞെട്ടിയിരുന്നു. ഷാങ്ങിനെതിരെ നിന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്നും വോങ് കൂട്ടിച്ചേർത്തു. അവളോട് രക്ഷപ്പെട്ട് പൊക്കോളാനും ഇനിയും നീ ഇവിടെ തുടർന്നാൽ നിന്റെ ജീവൻ ആപത്താണെന്നും വോങ് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ കയറാൻ അവളെ അവിടെ വിട്ട ശേഷം വോങ് നേരെ ഹാവോയുടെ അടുത്തേക്ക് പോയി. ഹാവോയുടെ ക്ഷമാപണം നടത്തി. റൂഷോ കൊല്ലപ്പെട്ടുവെന്ന് പറഞ്ഞു. പക്ഷെ ഹാവോ അത് വിശ്വസിച്ചില്ല. താൻ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. ഇതേ സമയം ഷാവോയും സംഘവും മിൻഫു വല്ലിയിലേക്കെത്തി ആക്രമണം ആരംഭിച്ചിരുന്നു. എല്ലാവരെയും ബന്ദികളാക്കിയും ആക്രമിച്ചും റൂഷോയുടെ ലൊക്കേഷൻ അവർ അന്വേഷിക്കാൻ ആരംഭിച്ചു. പിന്നാലെയാണ് അങ്ങോട്ടേക്ക് വോങ്ങിനെ ബന്ദിയാക്കി ഹാവോ എത്തുന്നത്. ഒരു ഘട്ടത്തിൽ ഹാവോ വോങ്ങിന്റെ അച്ഛനെ ആക്രമിക്കാൻ മുന്നിട്ട് വന്നു. അത് കണ്ടതും വോങ്ങിന് സഹിച്ചില്ല. ഹാവോയെ കടന്നാക്രമിച്ച് ബന്ദിയാക്കി നിർത്താൻ വോങ് ശ്രമിച്ചു. പക്ഷേ ഷാവോ വോങ്ങിനെ ആക്രമിച്ചു. ചവിട്ടി വീഴ്ത്തിയ ശേഷം അവന് സാരമായി പരിക്കേൽപ്പിക്കും വിധം ഒരു ദണ്ഡ് അവന്റെ നേരെ വലിച്ചെറിഞ്ഞു. അതവന്റെ ശരീരത്തിൽ മർമ്മസ്ഥാനത്ത് പതിക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു കൈവന്നത് തടഞ്ഞു പിടിച്ചു നിർത്തി. അത് റൂഷോ ആയിരുന്നു. റൂഷോ അവിടം വിട്ട് പോയിരുന്നേയില്ല. റൂഷോയെ കണ്ടതും ഷാവോ ഒന്ന് ഭയന്നു. റൂഷോ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഷാവോ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ തന്റെ കൺമുമ്പിൽ വീണ്ടും അവൾ ജീവനോടെ വരും എന്ന് ഷാവോ ചിന്തിച്ചിരുന്നേയില്ല. പക്ഷേ അമ്നീഷ്യ ബാധിച്ചിരുന്ന റൂഷോ ഷാവോ തന്റെ നീണ്ടകാലത്തെ എതിരാളിയാണ് എന്നൊന്നും മനസ്സിലാക്കിയതേയില്ല. മിൻഫു വല്ലിയിലെ ആളുകൾക്ക് വേണ്ടി അവൾ അവരോട് എതിരിട്ടു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഷാവോയെയും ആളുകളെയും ശക്തമായ പോരാട്ടത്തിലൂടെ അവൾ പരാജയപ്പെടുത്തി. പിന്നാലെ ഹാവോയെ പിടികൂടി മിൻഫു വല്ലിയിലെ ജനങ്ങളെ അടിച്ചമർത്തുന്നത് ഇതോടെ നിർത്തിക്കോ എന്ന തരത്തിൽ റൂഷോ വാൺ ചെയ്യുകയും ചെയ്തു. ഒടുവിൽ പരാജയപ്പെട്ട് ഷാവോയും ഹാവോയും അവിടെ നിന്ന് പിൻവാങ്ങി. പിന്നാലെ ദേഷ്യത്തിൽ റൂഷോ വോങ്ങിനെതിരെ തിരിഞ്ഞ് തന്നോട് പോവാൻ പറഞ്ഞതിന് ദേഷ്യപ്പെട്ടു. നേരത്തെ റൂഷോയെ പറഞ്ഞുവിടാൻ വോങ് ശ്രമിച്ചിരുന്നല്ലോ, അത് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ ചെയ്തതാണ് എന്ന തരത്തിലായിരുന്നു റൂഷോ തെറ്റിദ്ധരിച്ചത്. റൂഷോയുടെ തെറ്റിദ്ധാരണ കണ്ട് വോങ് അമ്പരന്നു. എന്നിരുന്നാലും റൂഷോയുടെ തിരിച്ചുവരവും അവൾ ചെയ്ത ആ പ്രവൃത്തിയും വോങ്ങിനുള്ളിൽ പുതിയൊരു ഉണർവ് തന്നെ നൽകി. തെരുവിലുള്ളവരോട് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കാനും ഭയമില്ലാതെ ജീവിക്കാനുമൊക്കെ അവൻ ആഹ്വാനം ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് റൂഷോയും വോങ്ങും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുകയായിരുന്നു. ഇരുവരും കുറെ നാൾ പ്രണയിച്ചു നടന്നു. പക്ഷെ അത് അധികനാൾ നീണ്ടുപോയില്ല. ഒരു ദിവസം വോങ്ങിനടുക്കൽ ഒരാളെത്തി. വോങ്ങിന്റെ അച്ഛനെ ഹാവോ ബന്ദിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരു ബോട്ടിൽ മെഡിസിൻ വോങ്ങിന്റെ കയ്യിൽ കൊടുത്ത ശേഷം
ശേഷം ഇത് കുടിപ്പിച്ച് താൻ പറയുന്ന ഇടത്തേക്ക് വൈകുന്നേരം റൂഷോയെ കൊണ്ടുവരണം എന്ന തരത്തിൽ അയാൾ പറഞ്ഞു പോയി. അവന്റെ അച്ഛൻ ചെന്നിന്റെ ജീവൻ ഇത് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്ന തരത്തിലും അയാൾ വാൺ ചെയ്തിരുന്നു. വോങ്ങിന് മുമ്പിൽ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റു വഴിയുണ്ടായിരുന്നില്ല. ഒരു ഡേറ്റിനെന്ന പോലെ റൂഷോയെ അവൻ വിളിച്ചുകൊണ്ടുപോയി ആ ലൊക്കേഷനിൽ എത്തിച്ചു. അവർ കൊടുത്ത ആ വസ്തു കുടിപ്പിക്കുകയും ചെയ്തു. വോങ് റൂഷോയ്ക്ക് അവിടെ വെച്ച് ഒരു ഗോൾഡ് റിംഗ് കൊടുക്കുകയും ചെയ്തു. അവൾ അതൊരുപാട് ആഗ്രഹിച്ചിരുന്നു. പ്രണയാന്തരീക്ഷം പെട്ടെന്നായിരുന്നു മറ്റൊരു തരത്തിലേക്ക് വഴിമാറിയത്. ഹാവോ അങ്ങോട്ടേക്ക് കടന്നുവന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. റൂഷോ ആക്രമണത്തിനൊരുങ്ങിയതും വോങ്ങിനെ കൊണ്ട് അവർ കൊടുപ്പിച്ച മരുന്ന് കഴിച്ചിട്ടുള്ള റൂഷോയ്ക്ക് പെട്ടെന്ന് അവശത വന്നു. അവൾ ചോര തുപ്പി. ഹാവോ പിന്നാലെ തന്റെ ആളുകൾ ഉപയോഗിച്ച് റൂഷോയെ പിടികൂടിക്കൊണ്ടുപോയി. ഹാവോ വോങ്ങിനെതിരെ തിരിഞ്ഞു. അച്ഛനെ രക്ഷിക്കാൻ അവളെ അങ്ങനെ ചതിച്ചതിനെ ഹാവോ അഭിനന്ദിച്ചു. ഇതേ സമയം ആ വഴി വരികയായിരുന്ന ചാവോ നടന്ന കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്നു. നിസ്സഹായനായി കുറ്റബോധത്തോടെ വോങ് നിൽക്കുകയാണ്. അച്ഛനുമായി പിന്നാലെ വോങ് മിൻഫുവല്ലിയിലേക്ക് എത്തി. പക്ഷേ ചാവോയിൽ നിന്ന് അവിടുത്തെ ആളുകൾ വിവരമറിഞ്ഞിരുന്നു. അവർ രോഷത്തിൽ വോങ്ങിനെ എതിരിടാൻ വന്നു. അവർ പറയുന്നത് കേട്ട് വോങ്ങിന്റെ അച്ഛൻ പോലും അവനെ തല്ലി. വോങ് പറയുന്നതൊന്നും അവർ വിശ്വസിച്ചേയില്ല. വോങ്ങിനെ അവർ മിൻഫുവല്ലിയിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നാലെ വോങ്ങിന്റെ അച്ഛൻ ആയുധമെടുത്തിറങ്ങി. മിൻഫുവല്ലിയിലെ ആളുകളോട് റൂഷോയെ രക്ഷപ്പെടുത്താൻ തന്റെ പിന്നാലെ വരാൻ ആവശ്യപ്പെട്ടു. അവർ മാർച്ച് ചെയ്ത് ഹാവോയുടെ ഇടത്തേക്ക് പുറപ്പെട്ടു. ഇതേ സമയം റൂഷോയെ പിടികൂടിയിരുന്ന ഹാവോ സഹോദരനൊപ്പം റൂഷോയെ ടോർച്ചർ ചെയ്യുകയായിരുന്നു. ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ചും മറ്റുമായിരുന്നു അയാൾ അത് ചെയ്തിരുന്നത്. പക്ഷേ അത് റൂഷോയ്ക്ക് ഉപകാരമായി ഭവിച്ചു. അമ്നീഷ്യ ബാധിച്ചിരുന്ന അവളിൽ അത് മാറി പഴയ ഓർമ്മകൾ തിരികെ എത്തി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മിൻഫുവല്ലിയിലെ ആളുകൾ വന്നെത്തിയിരുന്നു. അവർ അവിടുത്തെ പവർ ഓഫ് ചെയ്ത് ആക്രമണം നടത്തി റൂഷോയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. ചാവോയും മറ്റുള്ളവരുമായിരുന്നു റൂഷോയെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ആ ശ്രമത്തിനിടയിൽ വോങ്ങിന്റെ അച്ഛന് വെടിയേറ്റു. ഇതേ സമയം മറുവശത്ത് റൂഷോ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നും ലിയാങ്ങിനോട് ലീഡർ ആവാനും അവരുടെ സംഘത്തിലെ ആളുകൾ ആവശ്യപ്പെടുകയായിരുന്നു. ലിയാങ്ങും ഏറെക്കുറെ അതിന് തയ്യാറായി. പക്ഷേ ഡിസിഷൻ എടുക്കുന്നതിന്റെ തൊട്ടുമുമ്പ് സംഘാംഗങ്ങളിൽ ഒരാളോടി വന്നു. റൂഷോ ജീവനോടെയുണ്ട് എന്ന കാര്യം അറിയിച്ചു. ലിയാങ്ങിൽ അത് ഒരു ഞെട്ടലുണ്ടാക്കിയിരുന്നു. അടുത്ത ദിവസം ചാവോയുടെ ക്ലിനിക്കിൽ റൂഷോയ്ക്ക് ബോധം തെളിഞ്ഞു. അവൾ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വോങ്ങിനെ പിടിച്ച് ബന്ദിയാക്കി റൂഷോയെ എതിരിടാൻ ഹാവോയും സംഘവും എത്തിച്ചേർന്നിരുന്നു. പക്ഷേ വോങ്ങിനെയോർത്ത് റൂഷോയ്ക്ക് ഇപ്പോൾ ഒരു കൂസലുമില്ല. അവന്റെ ചതിയൊക്കെ റൂഷോക്ക് ഓർമ്മയുണ്ട്. മാത്രമല്ല താൻ ആരാണെന്നും കൃത്യമായി അവൾക്കിപ്പോൾ അറിയാം. തൊട്ടു പിന്നാലെയായിരുന്നു റൂഷോ ജീവനോടെയുണ്ട് എന്നറിഞ്ഞ റൂഷോയുടെ സംഘാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. ലിയാങ് റൂഷോയെ കെട്ടിപ്പിടിച്ചു. തങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞ് ലിയാങ് റൂഷോയെ കൂട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി. പക്ഷെ പോകുന്നതിന് മുമ്പ് വെടിയേറ്റ് മരണത്തോട് മല്ലിട്ട് കിടന്നിരുന്ന വോങ്ങിന്റെ അച്ഛന്റെ കൈപിടിച്ച് റൂഷോ സംസാരിച്ചു. നിങ്ങളുടെ ഈ ത്യാഗം ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല എന്ന് റൂഷോ അയാൾക്ക് ഉറപ്പ് കൊടുത്തു. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഹാവോയുടെ അടുത്തേക്ക് റൂഷോ തിരികെ നടന്നു ചെന്നു. തോക്ക് പിടിച്ചോടിച്ച റൂഷോ ഹാവോയുടെ അടുക്കൽ ഇനി മേലാൽ മിൻഫുവല്ലിയിലേക്ക് കടന്നു കയറി ഇവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചേക്കരുതെന്നും അങ്ങനെ ശ്രമിച്ചാൽ നിന്നെയും നിന്റെ ബിസിനസ്സുകളെയും ഇല്ലാതാക്കി കളയും എന്നും വാൺ ചെയ്തു. ഭയന്ന ഹാവോ തന്റെ ആളുകളുമായി അവിടെ നിന്ന് തിരികെയോടി. അന്ന് രാത്രിയിൽ ഹാവോ തന്റെ സഹോദരനെ ചികിത്സിക്കാൻ ഡോക്ടറെ കൊണ്ടുവന്നു. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ബോധരഹിതനായി അവൻ കിടക്കുകയായിരുന്നു. ജാങ് സ്റ്റേബിൾ ആണെന്നും പക്ഷേ എപ്പോൾ അബോധാവസ്ഥയിൽ നിന്ന് ഉണരുമെന്നോ നടക്കുമെന്നോ പറയാനാവില്ല എന്നും ഡോക്ടർ ഹാവോയോട് അറിയിച്ചു. റൂഷോയെ രക്ഷപ്പെടുത്തിയ ആ ഏറ്റുമുട്ടലിൽ ഷാങ്ങിന് സംഭവിച്ച പരിക്കായിരുന്നു അത്. ഹാവോ തന്റെ സഹോദരനോട് മാപ്പ് പറഞ്ഞു. റൂഷോ എതിരിടാൻ തനിക്ക് പറ്റില്ലെന്നും അവൾ ഏറ്റവും മികച്ച ഫൈറ്റിംഗ് സ്കൂളിൽ നിന്നുമാണെന്നും ഹാവോ വേദനയോടെ പറഞ്ഞു. തൊട്ടുപുറകെയായിരുന്നു ഷാവോ അങ്ങോട്ടേക്ക് വരുന്നത്. ഹാവോക്ക് വേണ്ടി റൂഷോയെ താൻ വകവരുത്താം എന്ന മട്ടിൽ ഷാവോ സംസാരിച്ചു. അതിനൊരു വഴിയുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഇതേ സമയം റൂഷോ തന്റെ ഇടത്തേക്കെത്തിയിരുന്നു. മിൻഫുവല്ലിയിലെ ജീവിതം അവളുടെ ഉള്ളിലേക്ക് ഓടി വന്നു. വോങ്ങുമായുള്ള പ്രണയമുഹൂർത്തങ്ങൾ ഓർമ്മയിൽ നിറഞ്ഞു. അവരെയൊക്കെ വിട്ടുവന്ന ഒരു വേദന, എന്തോ ഒരു മിസ്സിംഗ് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ വോങ് ധരിപ്പിച്ച ആ ഗോൾഡ് റിംഗ് അവൾ ഊരിമാറ്റി. ആ സമയത്തായിരുന്നു ലിയാങ് കടന്നു വന്നത്. ലിയാങ് അവൾക്ക് ഭക്ഷണം കൊടുത്തു. അവളോട് ധൈര്യത്തോടെ ഇരിക്കാനും തങ്ങളുടെ സംഘം വീണ്ടും അവളെ ലീഡറായി വാഴ്ത്താനുള്ള ചടങ്ങിലേക്ക് കടക്കുകയാണ് എന്ന കാര്യവും അറിയിച്ചു. പിന്നാലെ തന്റെ ഫീലിംഗ്സും അവളോട് സൂചിപ്പിക്കാൻ ലിയാങ് ശ്രമിച്ചു. പക്ഷേ അവൾ അവളുടെ കൈ പിൻവലിച്ചു. പിന്നാലെയാണത് സംഭവിച്ചത്. ഹാവോയും ഷാവോയും റൂഷോയെ കൊല്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ലിയാങ് കടന്നു വന്നു. ആ സമയത്താണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ലിയാങ് ചതിയനാണ്. മുമ്പ് ഷാവോ സംഘവുമായി ഫൈറ്റ് നടക്കുമ്പോൾ അവൾക്കൊരു മന്ദതയും കാഴ്ചമങ്ങുന്ന പോലെയും ഒക്കെ തോന്നിയിരുന്നല്ലോ. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ലിയാങ് ആയിരുന്നു. താനായിരുന്നു ലീഡർ ആവേണ്ടതെന്നും തങ്ങളുടെ മാസ്റ്റർ തനിക്ക് പകരം അവളെ ലീഡറാക്കിയെന്നും അന്നു മുതലുള്ള പകയാണ് തനിക്കെന്നും ലിയാങ് അവരോടായി പറഞ്ഞു. പിന്നാലെ അവരുടെ കൂട്ടത്തിൽ താനുണ്ടെന്നും റൂഷോയെ വകവരുത്താൻ താൻ കൂടെ നിൽക്കാം എന്നും ലിയാങ് അറിയിച്ചു. ഹാവോ
ലിയാങ്ങിന് വലിയ തോതിലുള്ള സ്വർണം വാഗ്ദാനം ചെയ്തു. അടുത്ത ദിവസം മദ്യപിച്ച് കുറ്റബോധത്തോടെ നടക്കുകയായിരുന്ന വോങ് ഒരു കാഴ്ച കണ്ടു. തെരുവിലൂടെ പോവുകയായിരുന്ന ഷാവോയെ കുറച്ചാളുകൾ കൊലപ്പെടുത്തുന്നു. അവരാകട്ടെ ലിയാങ്ങിന്റെ ആളുകളുമായിരുന്നു. ഹാവോ കൊടുക്കുന്ന സ്വർണം വീതിക്കപ്പെടാതിരിക്കാൻ ലിയാങ് ചെയ്തതായിരുന്നു അത്. ലിയാങ് ചതിയനാണ് എന്നത് നേരിട്ട് കണ്ട വോങ് മനസ്സിലാക്കി. അടുത്ത ദിവസം ഷിൻസെക്റ്റിലെ എൽഡേഴ്സ് ഒക്കെ വന്നെത്തിയിരുന്നു. റോഷോയുടെ അധികാരമേറ്റെടുക്കൽ ആരംഭിക്കാൻ പോകുന്നു. ആ സമയത്താണ് ഹാവോ ഗ്യാങ്സ്റ്റർ ലീഡേഴ്സുമായി റോഷോയെ വകവരുത്താൻ എത്തിച്ചേരുന്നത്. പിന്നാലെ അവിടെ ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പക്ഷേ ഏറ്റുമുട്ടലിനിടയിൽ ലിയാങ് ചതി പ്രയോഗിച്ചു. റോഷോയെ ലിയാങ് പിന്നിൽ നിന്ന് കുത്തി. എന്നേക്കുമായി റോഷോയെ വകവരുത്താൻ ഹാൻഡ് തോക്കുമെടുത്ത് മുന്നിട്ടെത്തിയപ്പോഴേക്കും മിൻഫുവല്ലിയിലെ ആളുകളുമായി ഹാവോയുടെ സഹോദരനെ ബന്ദിയാക്കി വോങ് എത്തിച്ചേർന്നിരുന്നു. ഹാവോയുടെ പിന്മാറാൻ വോങ് ആവശ്യപ്പെട്ടു. മിൻഫുവല്ലിയിലെ ആളുകൾ എതിരാളികളെ തടയാൻ തുടങ്ങി. ഈ സമയം അക്യുപങ്ചറിസ്റ്റായ ചാവോ ഹാവോയുടെ അനിയനെ ഉണർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. വളരെ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരികെ വന്ന അവൻ കരുത്തോടെ എഴുന്നേറ്റ് വന്നു. തന്റെ സഹോദരൻ സുഖപ്പെട്ടത് കണ്ടതും ഹാവോയുടെ വൈരാഗ്യമൊക്കെ മറഞ്ഞിരുന്നു. സഹോദരൻ ഹാവോയോട് വൈരാഗ്യമൊന്നും വേണ്ടെന്നും നമുക്ക് പോവാമെന്നും പറഞ്ഞു. ഹാവോ പിന്മാറാൻ തീരുമാനിച്ചു. പക്ഷേ ലിയാങ്ങിന് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഹാവോയെ പിടിച്ചു നിർത്താൻ ലിയാങ് ശ്രമിച്ചു. ഹാവോ അതിനെ എതിർത്തതും ലിയാങ് ഹാവോയെ ഇടിച്ചിട്ടു. ഇതേ സമയം പരിക്കേറ്റ റോഷോയെയും പൊക്കിയെടുത്ത് വോങ് അവിടെ നിന്ന് പുറത്തേക്ക് ഓടിയിരുന്നു. ലിയാങ് അവരുടെ പിന്നാലെ ഓടിയെത്തി. അവരൊരു ബ്രിഡ്ജിലെത്തിച്ചേർന്നിരുന്നു. റോഷോയെ താഴെക്കെടുത്തി ലിയാങ്ങിനോട് എതിരിടാൻ വോങ് ചെന്നു. പക്ഷേ ശക്തനായ ഫൈറ്ററുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വോങ്ങിന് പറ്റില്ലായിരുന്നു. ലിയാങ് വോങ്ങിനെ കണക്കിന് മർദ്ദിച്ചു. ഒടുവിൽ റൂഷോയെ രക്ഷപ്പെടുത്താൻ തന്റെ ജീവൻ ബലി നൽകുകയേ വഴിയുള്ളൂ എന്ന് വോങ് ആലോചിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് ലിയാങ്ങുമായി ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് വോങ് എടുത്തു ചാടി. വൈകാതെ ബോംബ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും കേട്ടു. തനിക്ക് വേണ്ടി വോങ് അങ്ങനെ ജീവൻ ത്യാഗം ചെയ്ത ശബ്ദം റൂഷോയുടെ ചെവിയിൽ മുഴങ്ങിയിരുന്നു. വോങ്ങിനെയോർത്ത് റൂഷോ വേദനിച്ചു. കുറച്ച് നാളുകളങ്ങ് കടന്നുപോയി. ഡോങ്മ ഫൈറ്റിംഗ് അറീന വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുകയാണ്. എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് സുഖപ്പെട്ട റൂഷോയും ഉണ്ടായിരുന്നു. മിൻഫുവല്ലിയിലെ ജനങ്ങൾക്ക് റൂഷോ ഫൈറ്റിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്കൊരാൾ കടന്നു വന്നു. അത് വോങ് ആയിരുന്നു. അന്നത്തെ ആ അപകടത്തിൽ വോങ് മരണപ്പെട്ടിരുന്നില്ല. സുഖപ്പെട്ട് അവൻ തിരികെ എത്തിയിരിക്കുന്നു. വോങ്ങിനെ കണ്ട് റൂഷോയും സന്തോഷിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.